രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയുമില്ല. അവർ തങ്ങളുടെ ആത്മാവിലൂടെ സ്നേഹം പങ്കിട്ടതായി വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ തന്റെ പ്രിയപ്പെട്ട രാധയെ വിവാഹം കഴിച്ചിട്ടില്ല. രാധയുടെ മരണത്തോടെ അവരുടെ ദിവ്യമായ പ്രണയകഥ അവസാനിക്കുകയായിരുന്നു. രാധ എങ്ങനെ മരണപ്പെട്ടു എന്നും കൃഷ്ണൻ തന്റെ ഓടക്കുഴൽ ഒടിച്ചത് എന്തുകൊണ്ടാണെന്നും നമ്മൾ അറിയേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് ശ്രീകൃഷ്ണൻ രാധയുമായി പ്രണയത്തിലായത് കേവലം 8 വയസ്സുള്ളപ്പോഴാണ്. അവളോടുള്ള അവന്റെ സ്നേഹം വളരെ സത്യവും അനശ്വരവുമായിരുന്നു. കൃഷ്ണൻ തന്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും രാധയെയും അവന്റെ ഓടക്കുഴലിനെയും മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഓടക്കുഴൽ എപ്പോഴും കൃഷ്ണൻ കൂടെ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരിക്കലും രാധയ്ക്കും കൃഷ്ണനും പരസ്പരം ജീവിക്കാൻ കഴിഞ്ഞില്ല. കാരണം അക്കാലത്ത് മധുരയിലെ ക്രൂരനായ ഭരണാധികാരിയായിരുന്ന കംസനെ കൊല്ലുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം. കൃഷ്ണന്റെ അമ്മാവനായ കംസരാജാവ് കൃഷ്ണനെ കൊല്ലാൻ പലതവണ ശ്രമിച്ചിരുന്നു. കൃഷ്ണൻ വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് കംസനെ വധിക്കാൻ പുറപ്പെട്ടതോടെ അവരുടെ വേർപിരിയലിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. കംസനുമായുള്ള ഏറ്റുമുട്ടലിൽ കൃഷ്ണൻ വിജയിക്കുകയും മധുര രാജ്യത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കുകയും ചെയ്തു. അതിനുശേഷം രാധയെ അനുഗമിക്കാൻ അദ്ദേഹം തന്റെ ഒരു സഹയാത്രികനെ അവളുടെ ഗ്രാമത്തിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ രാധ അതിന് വിസമ്മതിക്കുകയും കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം തന്റെ ഗ്രാമത്തിൽ താമസിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് കൃഷ്ണനുമായി വീണ്ടും ഒന്നിക്കാനുള്ള ആന്തരിക വിളി രാധയ്ക്ക് അനുഭവപ്പെട്ടു. അവൾ ദ്വാരക സന്ദർശിക്കാൻ തീരുമാനിച്ചു. ദ്വാരകയിൽ എത്തിയപ്പോൾ രുക്മിണിയും സത്യഭാമയുമായുള്ള കൃഷ്ണന്റെ വിവാഹത്തെക്കുറിച്ച് അവൾ കേട്ടു. പക്ഷേ അതറിഞ്ഞെങ്കിലും അവൾക്ക് സങ്കടം തോന്നിയില്ല. രാധയെ കണ്ടപ്പോൾ കൃഷ്ണൻ വളരെ സന്തോഷിച്ചു. ഏറെ നേരം ഇരുവരും പരസ്പരം സംസാരിച്ചു. ദ്വാരകയിൽ രാധയെ ആർക്കും അറിയില്ലായിരുന്നു. കുറച്ചു ദിവസങ്ങൾ രാധ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നു. അവസരം ലഭിക്കുമ്പോൾ എല്ലാം രാധ കൃഷ്ണനെ കാണാറുണ്ടായിരുന്നു. രാധയ്ക്ക് കൃഷ്ണനുമായുള്ള ആത്മീയ ബന്ധം പഴയതുപോലെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ശ്രീകൃഷ്ണനുമായി ആഴത്തിലുള്ള ആത്മീയ ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊട്ടാരത്തിൽ നിന്നും പോകാൻ രാധ തീരുമാനിച്ചു. കാരണം വേർപിരിയലും കാത്തിരിപ്പുമാണ് അവരുടെ പ്രണയത്തെ കൂടുതൽ തീവ്രമാക്കിയിരുന്നത്. താൻ എവിടേക്കാണ് പോകുന്നതെന്ന് രാധയ്ക്ക് അറിയില്ലായിരുന്നു. അവളുടെ അവസാന നാളുകൾ പൂർണ്ണമായും ഏകാന്തത നിറഞ്ഞതായിരുന്നു. രാധ എവിടേക്കാണ് പോയിരുന്നതെന്ന് ഭഗവാൻ കൃഷ്ണന് അറിയാമായിരുന്നു. അങ്ങനെ അദ്ദേഹം രാധയുടെ അടുത്തെത്തി. രാധ തന്നിൽ നിന്നും എന്തോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് കൃഷ്ണന് മനസ്സിലായി. പക്ഷേ അദ്ദേഹം എത്ര ചോദിച്ചിട്ടും അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല. അവസാനം കൃഷ്ണന്റെ അഭ്യർത്ഥന പ്രകാരം അവൾ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കണമെന്നായിരുന്നു രാധയുടെ ആഗ്രഹം. ശ്രീകൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴലെടുത്ത് വളരെ ശ്രുതിമധുരമായ ഈണത്തിൽ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം മണിക്കൂറുകളോളം ഓടക്കുഴൽ വായിച്ചു. അവൾ ആത്മീയമായി കൃഷ്ണനുമായി ലയിച്ചു. ഓടക്കുഴലിന്റെ ഈണം കേട്ടുകൊണ്ട് രാധ തന്റെ ശരീരം ഉപേക്ഷിച്ചു. രാധയുടെ മരണം സഹിക്കാനാവാതെ ശ്രീകൃഷ്ണൻ പ്രണയത്തിന്റെ പ്രതീകാത്മകമായ അന്ത്യം എന്ന നിലയിൽ ഓടക്കുഴൽ ഒടിക്കുകയും പിന്നീട് ഒരിക്കലും കൃഷ്ണൻ ഓടക്കുഴൽ വായിച്ചിട്ടുമില്ല. ഇതുപോലുള്ള കൃഷ്ണ കഥകൾക്കായി ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.